രാജേഷ് മേയറുടെ വസ്ത്രം ഇട്ടിട്ട് 1 മാസമല്ലായുള്ളൂ. ഞാൻ 5 വർഷം മേയറുടെ വസ്ത്രം ഇട്ടിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ പേര് പറയിപ്പിച്ചത് കോൺഗ്രസ്സാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു ബന്ധവുമില്ലാത്ത മന്ത്രിമാരുടെയും CPM നേതാക്കന്മാരുടെയും പേരിതിൽ വലിച്ചിഴച്ച് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം പോലും ആ അവകാശം പോലും പ്രയോജനപ്പെടുത്താതെ സഭ സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് വന്ന അവസരത്തിലാണ് സോണിയാഗാന്ധിയുടെയും പേര് പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കട്ട കേസിൽ കട്ടയാളും വാങ്ങിയയാളും ഒരു ഫോട്ടോഗ്രാഫിൽ പ്രത്യക്ഷപ്പെടുന്നത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയോടൊപ്പമാണ്. അടൂർ പ്രകാശ് ആൻ്റണി ഈ ഫോട്ടോഗ്രാഫിലുണ്ട്. അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് തെളിവുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രാജേഷ് മേയറുടെ വസ്ത്രം ഇട്ടിട്ട് 1 മാസമല്ലായുള്ളൂ. ഞാൻ 5 വർഷം മേയറുടെ വസ്ത്രം ഇട്ടിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞെന്നുള്ള രാജേഷിൻ്റെ വാദം തെറ്റാണ്. ഇതിൽ കുറ്റം ചെയ്തവരെ മുഴുവൻ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റം ചെയ്തെന്ന് സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്യട്ടെ, കുറ്റം ചെയ്തവരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടെന്ന് തോന്നുന്ന തെളിവുകളുണ്ടെങ്കിൽ അവരുടെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീലേഖ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അല്ല, അവർ പറഞ്ഞിരുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളുണ്ടല്ലോ, ഇപ്പോൾ പാരീസ്, ലണ്ടൻ, അങ്ങനെയൊക്കെയുള്ള വലിയ നഗരങ്ങളുണ്ടല്ലോ. ആ നഗരത്തെ പോലെ ഈ തിരുവനന്തപുരം നഗരത്തെ ആക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, ബ്ലൂ പ്രിൻ്റ് 45 ദിവസം ഇവിടെ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് വളരെ നിരാശ തലസ്ഥാന നഗരിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞു പറ്റിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത, നല്ല ചർച്ച ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. സീറ്റിൻ്റെ കാര്യവും സീറ്റ് പിടുത്തത്തിൻ്റെ കാര്യവും ആര് മത്സരിക്കേണ്ടാത്ത കാര്യമൊന്നും ഇപ്പം നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നതല്ല. എന്തായാലും BJPക്ക് ഇപ്പോൾ സീറ്റില്ല, ഉള്ള ഒരു സീറ്റ് അക്കൗണ്ട് കൂട്ടി. അല്ല, അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളൊക്കെ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൽ ജോസഫ് MLAക്കെതിരായി വളരെ മോശമായ പരാമർശങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ചില അണികളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. ആ വികലാംഗരെയൊക്കെ കണ്ടം വഴി ഓടിക്കുമെന്നാണ് ആ കമൻ്റ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടാവാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ മനുഷ്യത്വം മരവിച്ചു പോകാൻ വേണ്ടി പാടില്ല. സഹജീവി സ്നേഹം എന്താണെന്ന് അറിയാത്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ ക്രൂരമായി പരിഹസിക്കാൻ കഴിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.